എല്ലാം കൂടെ വട്ടം കുടിക്കുന്നത്? ടീച്ചറെ ക്ലാസ് എടുക്കണ്ടേ? സാർ ഈ പ്രശ്നം ഇതുവരെ സോൾവ് ആയില്ല. ടീച്ചർ ടെൻഷൻ അടിക്കില്ലേ? നിങ്ങൾ ആരും അങ്ങനെ അധികം ടെൻഷൻ അടിക്കണ്ട. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ എന്ന നിലയ്ക്ക് ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പൊറിഞ്ചു എന്ന് വിളിപ്പേരുള്ള ഈ പ്രദീപിനെ ഞാൻ ഈ കോളേജിൽ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ടീച്ചറൊന്നും പറയണ്ട. ഇവിടെ ഞാൻ തീരുമാനിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കും. ഞാൻ അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. ഇവൻ ഈ കോളേജിലല്ല, ലോകത്ത് ഒരു കോളേജിലും ഇവൻ പഠിക്കില്ല. പിന്നെ ഇവൻ നാട് നീളെ അലഞ്ഞു തിരിഞ്ഞവൻ നടക്കും. ഇവൻ്റെ ബന്ധുക്കൾ ഇവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. നാട്ടുകാർ അറപ്പോടും വെറുപ്പോടും കൂടി യവനെ നോക്കും. അവസാനം യവ ഇതുവഴി അലഞ്ഞ് തിരിഞ്ഞ് ധരാപാര നടക്കുന്നത് എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കാണണം. നിർത്താമോ സാറേ? അതിന് മാത്രം വലിയ തെറ്റൊന്നും പ്രദീപ് ചെയ്തിട്ടില്ല. ടീച്ചർ ടെൻഷൻ അടിക്കല്ലേ? എന്റെ പൊന്ന് സാറേ, 2 മിനിറ്റ് ഒന്ന് മാറി നിൽക്കാവോ? എമിലി വന്നേ. പ്രദീപ് ഇയാളോട് സോറി പറയും. ഈ പ്രശ്നം ഇവിടം കൊണ്ട് അവസാനിക്കണം. പ്രദീപേ, ഇയാളോട് സോറി പറയും. ഞാൻ സോറി പറയുന്നില്ല, എനിക്ക് നശിക്കണം. എന്തുവാ പ്രദീപ ഇത്? അല്ലെങ്കിൽ വേണ്ട, ഇയാൾ ചെയ്ത തെറ്റിന് എമിലി തന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആര് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കൂല. എന്റെ പൊന്ന് സാറേ, ഇയാളുടെ ഭാവിയെ കരുതിയിട്ടാണ് ഈ പറയുന്നത്. ഭാവി യവന് ഒരു ഭാവിയില്ല. സാർ ഞാൻ അങ്ങനെ ഉണ്ടരുത്, കുട്ടി ഉണ്ടരുത്. ഞാൻ അവനെ ഡിസ്മിസ് ചെയ്യും. സാർ ഒരു മിനിറ്റ് ഒന്ന് വരൂ. ഞാൻ അവനെ ഡിസ്മിസ് ചെയ്യും. അത് ചെയ്യാം സാർ, ഒരു മിനിറ്റ് ഒന്ന് വരും. ടീച്ചറെ, ഈ ടീച്ചറെ കൊണ്ട് സാറങ്ങനെ പോണേ? ആർക്കും ടെൻഷൻ അടിക്കാതെ. ടീച്ചർ എന്നെ എന്തിനു വിളിച്ചത്? സാർ ഒരു ലവ് ലെറ്റർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇത്രയൊക്കെ ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇതൊക്കെ ഈ കാലത്തെ പിള്ളേരുടെ ഇടയിൽ പതിവുള്ള കാര്യമാണ് സാർ. ആ പതി ഇവിടെ പറ്റൂല. ഞാൻ അവനെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. എങ്കിൽ സാർ അങ്ങ് പുറത്താക്ക്. അതാണല്ലോ സാറിന്റെ ശീലവും. ടീച്ചർ അതിന് അങ്ങനെ പറഞ്ഞു. ഞാൻ ഇവിടെ ആരെ പുറത്താക്കി? പണ്ട് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു വിലാസിനി ടീച്ചറിനെ ഓർമ്മയുണ്ടോ? അത് ടീച്ചർ അങ്ങനെ അറിഞ്ഞു? അതൊക്കെ ബാഹുലേൻ സാറിനോട് പറഞ്ഞു. പണ്ട് LMHS കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു വിലാസിനി ടീച്ചറുമായിട്ട് സാറിന് ബന്ധം ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അവർക്ക് നിങ്ങളുടെ ജീവിതവും വാഗ്ദാനം ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ വളരെ വിദഗ്ധമായി അവരെ അങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. സാറിപ്പോൾ നല്ല പേരും പെരുമയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പാവ സ്ത്രീ വിവാഹം പോലും കഴിക്കാതെ നിങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കുക ഇപ്പോഴും. ടീച്ചർ ഇനി കൂടുതൽ പറഞ്ഞ് എന്നെ പീഡിപ്പിക്കരുത്. അതുവിടെ ടീച്ചറെ, ഇത് നമുക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ്. അവൻ എന്നെ കുപ്പി ഇറക്കാൻ വേണ്ടിയാണ് ആ ഐഡിയ കൊണ്ടുവന്നത്. അവനാണ് പറഞ്ഞത് അവനെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ. എന്തിന്? ഈ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് അവന് അവളെ മനസ്സിൽ കയറി പറ്റാൻ. ഇതവൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ അടുത്ത് പറയുകയും ഞാൻ അവൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത്. അവൻ വിചാരിച്ച് പെർഫോമൻസൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നൈസ് കഴിഞ്ഞ് കോളേജിൽ ഒന്ന് കയറാൻ വിചാരിച്ച്. അതിവിടെ നടക്കൂല. ഞാൻ ഇരിക്കുമ്പോൾ നടക്കൂല. അവനെ ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. അവനെ മാത്രമല്ല, മറ്റവണ്ടല്ലേ, മറ്റവൻ മമ്മു മുഹമ്മദ്, അവനെ ഞാൻ ഈ കോളേജിൽ നിന്ന് പുറത്താക്കും. പക്ഷെ സർ, കോളേജ് അല്ലേ, അത്രയ്ക്കൊക്കെ വേണോ? ടീച്ചറിന് തടസ്സം പറയേണ്ട ഒരു കാര്യമില്ല. അവനെ ഞാൻ പുറത്താക്കിയിരിക്കും. ഞാനൊന്നും പറയുന്നില്ല. പറയണ്ട. എന്താ പറയാ, നിന്നെ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞാല് അവളുടെ മനസ്സിൽ എങ്ങനെയും കയറി പറ്റും എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. എന്തൊരു വേണോ? ചതിയടാ, സൂപ്പർ ചതി. എന്ത്? അയ്യോ, ചതിച്ച് അമ്മ. നിന്നെ സീരിയസ് ആയിട്ട് ഡിസ്മിസ് ചെയ്യാൻ പോണു. എന്നെ? ഓ, തമാശ പറഞ്ഞായിരിക്കും. തമാശയൊന്നുമല്ല. ആ ടീച്ചറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഉഗ്രൻ ചതിയായി കേട്ടോ. നമ്മൾ ഒരു കാര്യം ചെയ്യ്, നമുക്കേ വിശദമായിട്ട് പറയാൻ അങ്ങോട്ട് വെള്ളം വാങ്ങിച്ചാ. അയ്യോ, എന്നെ ഡിസ്മിസ് ചെയ്യാൻ എൻ്റെ കൂടെ വന്നു. ചെയ്യും കേട്ടോ. എല്ലാരും ഉണ്ടല്ലോ, വരണം വരണം. സാറ് ഭയങ്കര തിരക്കിലാണല്ലോ. ഈ പുറിഞ്ചുവിന്റെ ഡിസ്മിസ് ഓർഡർ ശരിയാക്കണ തിരക്കാവും. കാര്യങ്ങളൊക്കെ ഒരു അരമണിക്കൂറിനും എല്ലാം ശരിയാകും. പിന്നെ പ്രത്യേകിച്ച് സാങ്കേതിക തടസ്സങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല, അല്ല സാറേ? സാർ, പ്രദീപേ, നീ ആദ്യമായിട്ടൊരു കാര്യം എന്നോട് ആവശ്യപ്പെടുമ്പോൾ ആ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കണ്ടേ? അല്ലേ? അത് ഗുരുനാഥന എൻ്റെ ഒരു കടമയില്ലേ?
സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാർ. ഒന്നടിച്ചേ സാർ, എത്ര രൂപ ടീച്ചർ പറയണം? അപ്പോൾ സാറിന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല. സാറേ ഈ ചെയ്യണത് ശരിയാണോ സാറേ? 100% ശരിയാണ്. അപ്പൊ ഞങ്ങൾ ചെയ്യാൻ പോണതും 100% ശരിയാവും അല്ലേ? ആവും. ആവോ? ആവൂലേ? ആവോ? ആവണല്ലോ. നീക്ക് എന്താ ചെയ്യാൻ പോണേ? സാറേ, ഞങ്ങൾ ഈ പ്ലക്കാർഡുകളുമായിട്ട് സാറിനെതിരെ സമരം വിളിച്ച് നേരെ NHMS കോളേജിലോട്ട് പോകും. എന്തിനടേ? അവിടെ നിന്ന് കുട്ടികളെയും കൂട്ടി വിലാസിനി ടീച്ചറെ എടുത്ത് ഒരു വിലാപയാത്രയെ നേരെ ഇങ്ങോട്ട് വരും. അതിന്റെ ആവശ്യം എന്തിനേ? എന്നിട്ട് സാറിന്റെയും വിലാസിനി ടീച്ചറുടെയും ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ല. അല്ലേ? ഓക്കെയാണ്. ഇതും ചെന്ന് വിളിച്ചെന്ന് പറയരുത്. ഗുരുനാഥൻ്റെ ശാപം പിടിച്ച് വാങ്ങിക്കരുത്. പറയൂ. അപ്പൊ ഇവരുടെ ഡിസ്മിസ് ഓർഡർ ഇല്ല? നമ്മളെ പുറഞ്ചല്ലേ? കോളേജിന്റെ മുത്തല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിന് എനിക്കൊരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ?